ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്കോറേഴ്സ് മൈനിലേക്ക് സ്വാഗതം. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ എടുക്കാം. റൊണാൾഡോയുടെ 2 അപ്ഡേറ്റുകളാണ് പറയാനുള്ളത്. ഒന്ന്, റിയാദ് സീസൺ കപ്പ് ആരംഭിക്കാൻ പോവുകയാണ്. അതിനോട് അനുബന്ധിച്ച് ഇന്റർ മിയാമിയും അതുപോലെ തന്നെ അൽ നാസറും അൽ ഹിലാലും ടീം ചൈനയിൽ എത്തേണ്ടതുണ്ട്. ഈ ഒരു 3 ടീമുകളും ചേർന്ന് നടക്കുന്ന ഒരു ടേബിൾ വൈസ് മത്സരമാണ് റിയാദ് സീസൺ കപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അൽ നാസർ ടീം ചൈനയിൽ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ റൊണാൾഡോയും കൂടെയുണ്ട്. ഈ ഒരു സമയത്താണ് ഈ ഒരു ന്യൂസ് പ്രചരിക്കുന്നത്. റൊണാൾഡോക്ക് കാഫിന്റെ ടിയർ ഉണ്ട്, അതിൽ എന്ന് വെച്ചാൽ കാഫ് മസിലിന്റെ ടിയർ ഉണ്ട്. അതുകൊണ്ട് തന്നെ റൊണാൾഡോ പിച്ചിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത കുറവാണ്. റൊണാൾഡോ വന്നത് തന്നെ കാണികൾക്ക് വേണ്ടിയാണ് റൊണാൾഡോ വന്നത്. അതുകൊണ്ട് പിച്ചിൽ അദ്ദേഹം കളിക്കാനുള്ള സാധ്യത കുറവാണ്. 3 കളിയിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടാവില്ല എന്നുള്ള വാർത്തകളൊക്കെ പ്രചരിക്കുന്നുണ്ട്. അതിന്റെ സത്യാവസ്ഥയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതുവരെ ഒരു പ്രമുഖ മാധ്യമങ്ങളും ഇതുവരെ റൊണാൾഡോയുടെ ഇഞ്ചുറിയെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ അൽ നാസറിന്റെ ഭാഗത്തു നിന്നും ഇതുപോലത്തെ ഒരു ന്യൂസോ കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഈ ഒരു ന്യൂസിനോടൊപ്പം തന്നെ റൊണാൾഡോ അൽ നാസർ ടീമിനോടൊപ്പം ചൈനയിൽ എത്തിയിട്ടുണ്ട്. അത് കാണികൾക്ക് വേണ്ടിയാണ്, അല്ലാതെ അദ്ദേഹത്തിന് ഇഞ്ചുറി ഉണ്ടായത് കൊണ്ട് തന്നെ അദ്ദേഹം പിച്ചിൽ ഇറങ്ങാനുള്ള സാധ്യത കുറവാണെന്നുള്ള വാർത്തകളൊക്കെ പ്രചരിക്കുന്നുണ്ട്. കാരണം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം ഇന്റർ മിയാമിയും അതുപോലെ തന്നെ അൽ ഹിലാലും എത്തുന്നുണ്ട്. മികച്ച ഒരുപാട് വമ്പൻ താരങ്ങൾ 3 ടീമിലുണ്ട്. സാക്ഷാൽ ഇതിഹാസം ലയണൽ മെസ്സിയും ഉണ്ട്. അതുകൊണ്ട് തന്നെ കാണികളുടെ കുറവും കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല എന്നുള്ളത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പ്രമുഖ മാധ്യമങ്ങളൊന്നും റൊണാൾഡോന്റെ ഇഞ്ചുറിയെ കുറിച്ച് ഇതുവരെ റിപ്പോർട്ടും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അതുപോലെ തന്നെ അൽ നാസറിന്റെ സൈഡിൽ നിന്നും ഇതുവരെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. റൊണാൾഡോ ടീമിനോടൊപ്പം ചൈനയിൽ എത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം ഇന്റർ മിയാമിന്റെ എതിരെയും അതുപോലെ തന്നെ അൽ ഹിലാലിനെതിരെയും കളിക്കാൻ അദ്ദേഹം റെഡിയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും റിയാദ് സീസൺ കപ്പിൽ റൊണാൾഡോയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കും. പിന്നെ രണ്ടാമത്തെ റൊണാൾഡോയുടെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്, റൊണാൾഡോ ഗ്ലോബ് സോക്കർ അവാർഡ് സ്വീകരിക്കപ്പെട്ടു. അതിൽ തന്നെ ഡിഫറെന്റ് കാറ്റഗറിയിലാണ് അദ്ദേഹം അവാർഡ് സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതുമൂലം അദ്ദേഹം ഈ ഒരു അച്ചീവ് സ്വന്തമാക്കിയത് മൂലം അദ്ദേഹത്തിന്റെ ടീംമേറ്റ്സും അതുപോലെ തന്നെ കോച്ചും അവിടെ സ്റ്റാഫ്സും എല്ലാവരും കൂടിയിട്ട് റൊണാൾഡോക്ക് ഒരു സെലിബ്രേഷൻ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു സെലിബ്രേഷന്റെ വേളയിൽ അവർ പറയുന്നുണ്ട്, റൊണാൾഡോ ഈ ഒരു അച്ചീവ്മെന്റ് നേടിയിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ കൂടെ നിങ്ങൾ കളിക്കുന്നതിൽ ഞങ്ങൾ ഒരുപാട് ഹാപ്പിയാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് റൊണാൾഡോ ഇങ്ങനെയുള്ള റെക്കോർഡ് പൂർത്തിയാക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ ടീംമേറ്റ്സിന്റെ ഭാഗത്ത് നിന്ന് വളരെ സർപ്രൈസ് ആയിട്ടുള്ള ഒരു സെലിബ്രേഷൻ ചൈനയിൽ വെച്ച് തന്നെ നടന്നു. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇന്റർ മിയാമി ഇതുവരെ ചൈനയിൽ എത്തിയിട്ടില്ല. കാരണം MLS പ്രീ സീസണിന്റെ ഭാഗമായിട്ട് ഇന്റർ മിയാമി നാളെ ഇന്ത്യൻ സമയം പുലർച്ചെ 4:30 ഇന്റർ മിയാമി FC ഡാലസുമായി ഏറ്റുമുട്ടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്റർ മിയാമി എന്ന് പറഞ്ഞ ടീം ഇതുവരെ ചൈനയിൽ എത്തിയിട്ടില്ല. തീർച്ചയായിട്ടും അവർ ഉടൻ തന്നെ എത്തും. കാരണം റിയാദ് സീസൺ കപ്പ് വെയിറ്റിംഗിലാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇതുപോലത്തെ പുതിയ വീഡിയോകളുമായി സ്കോറേഴ്സ് മൈൻ നിങ്ങളുടെ മുന്നിൽ എത്തുവാൻ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, ഇറ്റ്സ് മീ സ്കോറേഴ്സ് മൈൻ.